ഇന്ന് നമുക്ക് നയൻതാരയും സിദ്ധാർത്ഥും മാധവനും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ടെസ്റ്റ് എന്ന സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ ക്രിക്കറ്റ് പ്ലെയറായ അർജുൻ ഇന്ത്യൻ ടീമിലെ നമ്പർ 1 പ്ലെയർ ആണ്. അടുത്ത ആഴ്ച ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ ടെസ്റ്റ് മാച്ച് നടക്കാൻ പോകുന്നു. അർജുൻ ടെസ്റ്റ് മാച്ചിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ഒരു ടീം തീരുമാനിക്കുകയാണ്. അതിന് കാരണം മുൻപ് നടന്ന മാച്ചുകളിലൊന്നും അർജുൻ നന്നായി പെർഫോം ചെയ്തില്ല എന്നതാണ്. എന്നാൽ മറ്റൊരു വശത്ത് നായികയെ കുമുദത്തെ കാണിക്കുന്നു. കുമുദവും ഭർത്താവായിട്ടുള്ള ശരവണനും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. എന്നാൽ ഇവർക്കാണെങ്കിൽ ഇതുവരെയും കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടില്ല. കുമുദത്തിന് എങ്ങനെയെങ്കിലും കുഞ്ഞുണ്ടാകണമെന്നാണ് ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് IVF വരെ തീരുമാനിക്കുകയാണ്. എന്നാൽ ഈ ശരവണനാണെങ്കിൽ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് വർഷങ്ങളായി പ്രയത്നിക്കുന്നു. ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇതുവരെയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അപ്രൂവൽ കിട്ടിയിട്ടേയില്ല. അർജുൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവനെ വീണ്ടും ക്രിക്കറ്റ് ടീമിൽ തുടരുവാനായി പറ്റിയോ? ശരവണന് അവന്റെ പ്രോജക്റ്റിന് ഗവൺമെന്റിൽ നിന്നും അപ്രൂവൽ ലഭിച്ചോ? കുമുദം ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾക്ക് കുഞ്ഞു ജനിച്ചോ? ഇവർ 3 പേരും ലൈഫിൽ ആഗ്രഹിച്ചതെല്ലാം നേടി സക്സസ് ആയോ എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കിടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ തന്നെ അഭിമാനമായ ബ്രില്യൻ പ്ലെയർ ആയിട്ടുള്ള അർജുനെയാണ്. അർജുന് വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു ഭാര്യയും ഒരു മകനുമുണ്ട്. എന്നാൽ അർജുന് ഇപ്പോൾ ചെറിയൊരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെന്നാൽ അർജുൻ ഇനി കളിക്കാൻ പോകുന്നത് അവന്റെ അവസാനത്തെ മാച്ച് ആണെന്നുള്ള സംസാരവും സൂചനയും ഒക്കെ നടക്കുകയാണ്. അർജുൻ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കാൻ പോകുകയാണ് എന്നുള്ള സൂചനയൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എന്നാൽ അർജുനാണെങ്കിൽ അതിനൊട്ടും താല്പര്യമില്ല. അർജുൻ ഇനി കളിക്കാൻ പോകുന്ന മാച്ചിൽ അവന് അവസരം കിട്ടുമോ എന്ന് പോലും അവൻ അറിയാൻ പറ്റാതിരിക്കുകയാണ്. കുടുംബ ജീവിതത്തെക്കാൾ ഏറെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന അർജുന് താൻ അതിൽ നിന്നും ഇനി വിരമിക്കേണ്ടി വരും, അല്ലെങ്കിൽ തനിക്കിനി ഒരു അവസരമേ ഇനി ക്രിക്കറ്റിൽ കിട്ടില്ല എന്നൊക്കെ ഓർത്ത് വല്ലാതെ ടെൻഷനിലിരിക്കുന്ന സമയമായിരുന്നു അർജുന്റെ മകൻ അർജുൻ അടുത്ത് വന്നിട്ട് തന്റെ സ്കൂളിൽ ക്രിക്കറ്റിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ നടക്കുകയാണ്. അത് കാണുവാനായിട്ട് അച്ഛൻ വരണമെന്നും മകൻ പറയുന്നു. അർജുന്റെ മകന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നാൽ താൻ ക്രിക്കറ്റ് കളിക്കുന്നത് അച്ഛനൊന്ന് കാണണം, അത് തന്നെയായിരുന്നു. പക്ഷെ മകന്റെ ആവശ്യമൊന്നും ഒന്ന് കേൾക്കുവാൻ പോലും അർജുൻ കൂട്ടാക്കുന്നതേയില്ല. അവന് വല്ലാത്ത ദേഷ്യമാണ്. കാരണം തന്റെ അവസരം നഷ്ടമാകുമോ ഇല്ലയോ എന്ന ടെൻഷനിലിരിക്കുകയാണല്ലോ അർജുൻ. മകനെ പോലും അവൻ മൈൻഡ് ചെയ്യുന്നതേയില്ല. അതിനുശേഷം കാണിക്കുന്നത് സയന്റിസ്റ്റായ ശരവണനെയും ടീച്ചറായ കുമുദത്തെയാണ്. ഇവരുടെ 2 പേരുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഇത്രയും വർഷങ്ങളായിട്ടും 2 പേർക്കും കുട്ടികളില്ല. കുമുദത്തിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞു വേണം എന്ന ആഗ്രഹമാണ്. പക്ഷെ ശരവണനാണെങ്കിൽ അങ്ങനെ ഒരു ചിന്ത പോലുമില്ല. ശരവണന് താൻ അടുത്തതായി ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിനെ കുറിച്ച് മാത്രമാണ് ചിന്ത. അതെങ്ങനെയെങ്കിലും സക്സസ് ആക്കി എടുക്കണം, അത് തന്നെയാണ് ശരവണന്റെ ചിന്തയും. ശരവണനും കുമുദവും ഒരു മിഡിൽ ക്ലാസ് ലൈഫാണ് ജീവിക്കുന്നതും. ജോലിക്ക് പോകുവാനായി ഇറങ്ങുന്നതിന് മുൻപ് തന്നെ കുമുദം തന്റെ ഭർത്താവായ ശരവണനെ ഉറക്കമുണർത്തിയിട്ട് ദേ ഇന്ന് കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ടാണ് പോകുവാനായി ഇറങ്ങുന്നതും. കുമുദം പറയുന്നതൊന്നും മൈൻഡ് ചെയ്യാതെ ടിവിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശരവണൻ. അപ്പോൾ അതിൽ കാണിക്കുന്നത് അർജുന്റെ റിട്ടയർമെന്റ് ന്യൂസ് ആണ്. അത് കാണുന്ന ശരവണൻ കുമുദത്തെ കളിയാക്കും. ദേ നിന്റെ ആൾ അർജുൻ റിട്ടയർ ആകാൻ പോകുന്നു, അതൊന്നും നീ അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് കേൾക്കുന്നതും കുമുദത്തിന് വല്ലാതെ ദേഷ്യം വരും. ഈ കുമുദവും അർജുനും തമ്മിൽ പരിചയമുണ്ട്. എങ്ങനെയെന്നാൽ കുട്ടിക്കാലത്ത് അർജുനും കുമുദവും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. കുമുദത്തിന്റെ അച്ഛനായിരുന്നു അർജുന് ട്രെയിനിങ് ഒക്കെ കൊടുത്തിരുന്നതും ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നതും. അങ്ങനെ ഒരു പരിചയമാണ് അവർ തമ്മിൽ. കുമുദം ശരവണനോട് പറയുന്നുണ്ട്, അർജുനും ഞാനും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല, അർജുനെ നേരിട്ട് കാണട്ടെ, നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യവും പറഞ്ഞിട്ടാണ് കുമുദം അവിടെ നിന്ന് പോകുന്നതും. കുമുദം പോയി കഴിഞ്ഞ ഉടനെ തന്നെ ശരവണന്റെ കൂട്ടുകാരൻ അവിടേക്ക് വരുന്നു. ശരവണന്റെ പ്രോജക്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തിരക്കുന്ന സമയത്ത് ഒരു ബോക്സിനുള്ളിലാക്കി എന്തോ ഒരു സാധനം ശരവണൻ കൂട്ടുകാരന് കാണിച്ചു കൊടുക്കും. ദേ ഞാൻ ഇത്രയും നാള് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത സാധനമാ. ഈ പ്രോജക്റ്റ് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ലോകം തന്നെ അംഗീകരിക്കുന്ന സയന്റിസ്റ്റായി ഞാൻ മാറും. ആ ഒരു ദിവസത്തിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ശരവണൻ പറയും. എന്നാൽ അതെല്ലാം കേട്ട് കൂട്ടുകാരൻ പറയുന്നത്, അതെല്ലാം ശരി, നീ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് വാങ്ങിയിരിക്കുന്ന കടമെല്ലാം എപ്പോൾ തീർക്കുമെന്നും കൂട്ടുകാരൻ ചോദിക്കുന്നു. ശരവണൻ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 50 ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ട്, അതും കുട്ടി എന്ന പലിശക്കാരന്റെ കയ്യിൽ നിന്നും. എന്നാൽ ഈ കുട്ടിയാണെങ്കിൽ ഒരു സേട്ടിന്റെ കയ്യിൽ നിന്നാണ് കാശ് വാങ്ങി ഇവർക്ക് കൊടുത്തതും. ഇപ്പോൾ ദേ പലിശയും കൊടുക്കുന്നില്ല, മുതലും കൊടുക്കുന്നില്ല. അത് കാരണം സേട്ട് 2 പേരെയും വിളിപ്പിച്ചിരിക്കുകയാണ്. ശരവണന്റെ കൂട്ടുകാരനാണെങ്കിൽ ക്യാൻറ്റീൻ ആരംഭിക്കുവാൻ പോകുന്നു എന്ന് കള്ളം പറഞ്ഞിട്ടാണ് ശരവണന് കാശ് വാങ്ങിക്കൊടുത്തതും. എന്നാൽ സേട്ട് പറയുന്നുണ്ട്, നീ എന്തിനാണ് കാശ് വാങ്ങിയതെന്ന്
എനിക്കറിയണ്ട. പക്ഷേ 2 ദിവസം നിനക്ക് സമയം തരാം. 2 ദിവസത്തിനകം എന്റെ കയ്യിൽ കാശ് കൊണ്ടുവന്ന് ഏൽപ്പിക്കണമെന്നും വിരട്ടിയിട്ടാണ് സേട്ട് അവിടെ നിന്ന് പോകുന്നതും. സേട്ട് നേരെ പോകുന്നത് ഒരു മീറ്റിംഗിന് വേണ്ടിയിട്ടാണ്. ബോംബെയിൽ നിന്നും ഒരാൾ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട പ്ലാൻ എന്തെന്നാൽ നടക്കാൻ പോകുന്ന ക്രിക്കറ്റ് മാച്ചിൽ ബെറ്റിംഗ് നടത്തുക, അതുവഴി 500, 1000 കോടികളൊക്കെ സമ്പാദിക്കുക. അത് തന്നെയാണ് ഇത്രയും നാളായിട്ടും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ചെന്നൈയിൽ നടക്കാൻ പോകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ചാണ്. അതിൽ ബെറ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബോംബെയിൽ നിന്നുമുള്ള ആൾ സേട്ടിനടുത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇവരെല്ലാവരും ഒരു ഗ്യാങ് ആണ്. എന്നാൽ ഈ ബെറ്റിംഗ് നടത്താൻ പോകുന്ന കാര്യം സ്റ്റേഡിയത്തിലുള്ള പോലീസ് ഓഫീസർ അറിയുന്നു. പോലീസ് ഓഫീസറിനെ എങ്ങനെയെങ്കിലും അത് തടയണമെന്നാണ് ആഗ്രഹം. കാരണം ഇനി ചെന്നൈയിൽ നടക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മാച്ചാണ്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ ബെറ്റിംഗ് നടക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും തടയണം. ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ട്, അവരെ എല്ലാവരെയും കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസുകാരൻ ഉത്തരവിടുകയാണ്. മറ്റൊരു വശത്ത് അർജുന്റെ മകനായ ആദി പഠിക്കുന്ന സ്കൂളിൽ ക്രിക്കറ്റ് സെലക്ഷൻ നടക്കുകയാണ്. അതിൽ പങ്കെടുക്കുന്ന ആദിക്ക് നന്നായിട്ട് കളിക്കുവാനൊന്നും പറ്റുന്നില്ല. ആദി ക്രിക്കറ്റ് കളിക്കുന്നത് കാണുവാനായിട്ട് അർജുനും എത്തുന്നുണ്ട്. പക്ഷെ അർജുന്റെ ശ്രദ്ധയാണെങ്കിൽ മുഴുവൻ ഫോണിലായിരുന്നു. അവൻ മറ്റെന്തോ ടെൻഷനിലായിരുന്നു. എന്നാൽ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുവാനായിട്ട് ആദിക്ക് പറ്റാത്തതിനാൽ ഗ്രൗണ്ടിലുള്ള മറ്റു കുട്ടികളെല്ലാം നീയും നിന്റെ അച്ഛനെ പോലെ തന്നെയാ, നീ ഒരു ലൂസറാണ്, നീയും ഒരു സമയത്ത് തോറ്റുപോകുമെന്നൊക്കെ ആദിയെ കളിയാക്കുന്നു. എങ്ങനെയെങ്കിലും അവരുടെ മുന്നിൽ ജയിക്കണമെന്ന് ആദി തീരുമാനിച്ചപ്പോഴും അവൻ ഔട്ടായി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴൊന്നും അച്ഛനായിട്ടുള്ള അർജുൻ ഒന്നവനെ സമാധാനിപ്പിക്കുവാനോ ഒരാശ്വാസ വാക്ക് പറയുവാനോ ഒന്നും കൂട്ടാക്കാതെ നിൽക്കുന്നതാണ് ആദി കാണുന്നതും. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഗ്രൗണ്ടിന്റെ മറ്റൊരു സൈഡിലായിട്ട് കുമുദമുണ്ടായിരുന്നു. അതേ സ്കൂളിലെ ടീച്ചറാണ് കുമുദം. കുമുദത്തിന് വർഷങ്ങളായി കുട്ടികളൊന്നും ഇല്ലാത്തതിനാൽ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയെല്ലാം തന്റെ മക്കളെ പോലെയാണ് കുമുദം കാണുന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ അർജുനെ കുമുദത്തിന് നന്നായിട്ട് അറിയാവുന്നതിനാൽ അർജുന്റെ മകനായ ആദിയോട് ഒരു പ്രത്യേക സ്നേഹം കുമുദത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കെയറൊക്കെ കുമുദം ആദിക്ക് കൊടുക്കാറുണ്ട്. മാത്രമല്ല തോറ്റു വന്നിരിക്കുന്ന ആദിയോട് കുമുദം പറയുന്നുണ്ട്, എന്തായാലും അടുത്ത തവണ നമുക്ക് നോക്കാം, ഇത് മനസ്സിൽ വെക്കേണ്ട, ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നു. മറ്റൊരു വശത്ത് തന്റെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ കാണുവാനായി എത്തിയിരിക്കുകയാണ് ശരവണൻ. ശരവണൻ കണ്ടുപിടിച്ച ഹൈഡ്രോ ഫ്യൂവൽ എങ്ങനെയായിരിക്കും നാടിന് നല്ലത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ശരവണൻ വിശദീകരിച്ചു കൊടുക്കും. എന്നാൽ അതിൽ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, എനിക്കെന്തോ ഈ ഒരു ഹൈഡ്രോ ഫ്യൂവൽ വർക്കൗട്ട് ആകുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നതും. എന്നാൽ അതിൽ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഓഫീസർ പറയുന്നുണ്ട്, ഇത്രയും പഠിച്ച ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കും. ഈ കണ്ടുപിടുത്തം കൊണ്ട് മിക്കവാറും നാടിന് ചെറിയ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോജക്റ്റില് ഗവൺമെന്റ് അപ്രൂവൽ കൊടുക്കാമെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നു. തന്റെ പ്രോജക്റ്റിന് ഗവൺമെന്റ് അപ്രൂവൽ കിട്ടാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ശരവണൻ. ആ ഒരു സന്തോഷം കാരണം ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ശരവണൻ മറന്നുപോയി. ഹോസ്പിറ്റൽ പോയത് കുമുദം മാത്രമായിരുന്നു. കുമുദത്തിനോട് ഡോക്ടർ പറയുന്നുണ്ട്, ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ്. തിങ്കളാഴ്ച നമുക്ക് IVF സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപായിട്ട് 5 ലക്ഷം രൂപ പേ ചെയ്യണമെന്നും ഡോക്ടർ പറയുന്നു. അതെല്ലാം കേട്ട് അതിന് സമ്മതിച്ചുകൊണ്ടാണ് കുമുദം ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതും. എന്നാൽ പുറത്ത് ശരവണൻ ഉണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റാത്തതിന് കുമുദത്തിനോട് ഒരുപാട് സോറി പറയും. എന്നാൽ കുമുദമാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലായിരുന്നു. IVF ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ പേ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യവും കുമുദം ശരവണനോട് പറയുന്നു. കുമുദം ഇത്രയും നാളും കരുതിയിരിക്കുന്നത് ശരവണൻ എപ്പോഴും ബിസി ആയിരിക്കുന്നത് ക്യാന്റീനിൽ ജോലി ചെയ്യുന്നത് കൊണ്ടാണെന്നാണ്. പക്ഷേ ശരവണൻ ഒരു പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന കാര്യം കുമുദത്തിന് അറിയത്തേയില്ല. മറ്റൊരു വശത്ത് ക്രിക്കറ്റ് കമ്മിറ്റി മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിംഗിൽ പങ്കെടുക്കുവാനായിട്ട് അർജുനുമുണ്ട്. അർജുന്റെ റിട്ടയർമെന്റിനെ പറ്റിയുള്ള സംസാരമൊക്കെയാണ് നടക്കുന്നത്. 2 തവണ നടന്ന മാച്ചിലൊന്നും നന്നായിട്ട് അർജുൻ കളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അർജുനെ ഇപ്പോൾ ടീമിൽ നിന്ന് തന്നെ നീക്കുവാനായിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുന്നതും. അർജുൻ എല്ലാ മെമ്പേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, അവസാന 2 മാച്ചിന് ഞാൻ നന്നായിട്ട് കളിക്കാത്തത് കൊണ്ടാണോ എന്നെ ഈ ഒരു ടീമിൽ നിന്ന് തന്നെ നീക്കുവാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചത്? എന്തിനാ ഇനി നടക്കാൻ പോകുന്ന ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് വരെ വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പോഴേ എന്നെ പിരിച്ചുവിട്, എന്റെ റിട്ടയർമെന്റ് ഞാൻ അനൗൺസ് ചെയ്യാൻ പോവുകയാണെന്നും അർജുൻ പറയുന്നു. എന്നാൽ അത് കേട്ട് എല്ലാ മെമ്പേഴ്സും ഒന്ന് ഷോക്കാകും. അവർ പറയുന്നത്, ഇപ്പോൾ റിട്ടയർമെന്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാകിസ്ഥാൻ ടീം സ്ട്രോങ് ആകും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാച്ച് കഴിയട്ടെ എന്ന് പറയുന്നു. പക്ഷെ അതൊന്നും കേൾക്കുവാനായിട്ട് അർജുൻ കൂട്ടാക്കുന്നതേയില്ല. അർജുൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അർജുന്റെ അത്തരം ഒരു സംസാരവും തീരുമാനവും അർജുന് ഫേവറായിട്ടാണ് വന്നത്. കാരണം എന്തെന്നാൽ അർജുൻ അങ്ങനെ പറഞ്ഞിട്ട് പോയത് അർജുന് തന്നെ ഫേവറായി മാറുകയാണ്. എന്തെന്നാൽ അർജുൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാം മറ്റൊരു കാര്യം തീരുമാനിക്കുന്നു. ഇനി നടക്കാൻ പോകുന്ന ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ അർജുന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് ഇനി അർജുൻ അതിൽ വേണമോ വേണ്ടയോ എന്ന് പിന്നീട് തീരുമാനിക്കാമെന്നുള്ള കാര്യത്തിൽ അവരെത്തുകയാണ്.
അതുകൊണ്ട് തന്നെ ഇനി ചെന്നൈയിൽ നടക്കാൻ പോകുന്ന ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് അർജുന്റെ കരിയർ തന്നെ തീരുമാനിക്കുന്നതാണ്. അർജുനുള്ള ഒരു ടെസ്റ്റ് കൂടിയാണതെന്ന് മനസ്സിലാക്കിയ അർജുൻ ആ ഒരു മാച്ചിന് വേണ്ടിയിട്ട് പ്രിപ്പയറും ചെയ്യുന്നു. മറ്റൊരു വശത്ത് ശരവണനെയും കൂട്ടുകാരനെയും കാണിക്കുകയാണ്. ഇവർക്ക് വേണ്ടിയിട്ട് കാശ് വാങ്ങിക്കൊടുത്ത കുട്ടിയുണ്ടല്ലോ, ഒരു പലിശക്കാരൻ. കുട്ടി അവരുടെ അടുത്ത് വന്ന് പ്രശ്നമുണ്ടാക്കുന്നു. 2 ദിവസത്തിനകം പലിശയടക്കം എല്ലാം ചേർത്ത് കൊടുക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ, എന്നിട്ട് ഇതുവരെ കാശെത്തിയില്ല. 2 ദിവസത്തിനകം മുതലും പലിശയും തിരിച്ച് ഏൽപ്പിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ലല്ലേ. ഇനി കുറച്ചു ദിവസം കൂടി നിങ്ങൾക്ക് സമയം തരും. അതിനുള്ളിൽ കാശ് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വീടിന്റെ പ്രമാണവുമായിട്ട് ഞാനങ്ങ് വരും. അത് എന്റെ പേരിൽ നീ എഴുതി തരണമെന്ന് പറഞ്ഞാണ് പ്രശ്നമുണ്ടാക്കുന്നതും. കവലയിലുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ശരവണനെയും കൂട്ടുകാരനെയും കുട്ടി വഴക്ക് പറഞ്ഞിട്ടും വാണിംഗ് കൊടുത്തിട്ടും പോകുന്നതും. അത് കാരണം ശരവണൻ ഒരു കാര്യം തീരുമാനിക്കും. ഇനി എന്തായാലും കുട്ടിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് കുമുദത്തിന്റെ അച്ഛന്റെ പേരിലുള്ള പ്രോപ്പർട്ടി കുട്ടിയുടെ പേരിലേക്ക് മാറ്റി കൊടുക്കാമെന്ന് തീരുമാനിച്ച് കുമുദത്തിനോട് അക്കാര്യം പറയുന്നു. ആദ്യമൊക്കെ കുമുദം വല്ലാതെ ടെൻഷനാകും. പിന്നീട് IVF ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നതിനാൽ അധികം ടെൻഷനും സ്ട്രെസ്സും ഒന്നും കൊടുക്കണ്ട എന്ന് തീരുമാനിച്ച കുമുദമാണെങ്കിൽ ശരവണന്റെ ആവശ്യം അംഗീകരിക്കുവാൻ തീരുമാനിക്കുന്നു. കുമുദത്തിന്റെ അച്ഛന്റെ പേരിലുള്ള പ്രോപ്പർട്ടി കുട്ടിയുടെ പേരിലേക്ക് മാറ്റി കൊടുക്കുവാനായിട്ട് കുമുദം സമ്മതിക്കുന്നു. മറ്റൊരു വശത്ത് അർജുന്റെ മകനായ ആദിയുടെ പിറന്നാളാണ്. അതുകൊണ്ട് തന്നെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നു. ആ ഒരു ബർത്ത്ഡേ പാർട്ടിയിലേക്ക് ആദി കുമുദത്തെയും ക്ഷണിക്കുന്നു. പാർട്ടിയിൽ പങ്കെടുക്കുവാനായി എത്തുന്ന കുമുദം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അർജുനെ വീണ്ടും നേരിൽ കാണുന്നത്. അർജുനെ കാണുന്ന സമയത്ത് കുമുദം അർജുനോട് പറയും, എന്റെ അച്ഛന് നീയെന്ന് വെച്ചാൽ ജീവനായിരുന്നു. അച്ഛന് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അവരിൽ ഏറ്റവും പ്രിയപ്പെട്ടത് നിന്നെയായിരുന്നു. അച്ഛൻ പറയുന്നത്, ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാം പേരിനും പെരുമയ്ക്കും പണത്തിനും പിന്നാലെ പോയപ്പോൾ നീ ക്രിക്കറ്റ് നിന്റെ പാഷനായിട്ട് എടുത്തു. അതിനു വേണ്ടിയിട്ട് നീ വർക്ക് ചെയ്തു. നിന്റെ മുന്നിലേക്ക് ഒരു ബുള്ളറ്റും 1 ലക്ഷം രൂപയും ഒരു ബോളും വന്നാൽ നീ ഉറപ്പായും ചൂസ് ചെയ്യുന്നത് ബോള് തന്നെയായിരിക്കും. അത്രയ്ക്ക് നീ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നില്ലേ? അങ്ങനെയുള്ള നിനക്ക് ഈ ഒരു മാച്ചിൽ ഉറപ്പായും ജയിക്കാനായി പറ്റും. നീ കോൺഫിഡന്റ് ആയിരിക്കാനും പറഞ്ഞ് കുമുദം അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അതേസമയം തന്നെയായിരുന്നു കുമുദത്തെ വിളിച്ചുകൊണ്ട് പോകുവാനായിട്ട് ശരവണൻ അവിടേക്ക് വന്നതും. ശരവണൻ അന്നാണ് കുമുദത്തിന്റെ കളിക്കൂട്ടുകാരനായ അർജുനെ കാണുന്നതും. അർജുനാണെങ്കിൽ തന്റെ ലൈഫിലും കരിയറിലും സക്സസ് ആയി നിൽക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് വെറും ടെസ്റ്റ് മാത്രമാണ്. സക്സസ് ആയി നിൽക്കുന്ന ആൾക്ക് വെറുതെ ഒരു ടെസ്റ്റ് നടക്കുന്നു. അത് മാത്രമാണ് അർജുൻ ഇനി നടക്കാൻ പോകുന്ന മാച്ചും. എന്നാൽ ശരവണൻ അങ്ങനെയല്ല. ശരവണന് തന്റെ ജീവിതത്തിലെ വിജയം എന്താണെന്ന് പോലും കണ്ടിട്ടേയില്ല. അങ്ങനെ നിൽക്കുന്ന ഒരാൾ. അത്തരത്തിലുള്ള ഒരു കോംപ്ലക്സും ശരവണന്റെ മനസ്സിലുണ്ട്. മാച്ചിന് വേണ്ടിയിട്ട് അർജുൻ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ്. മറ്റൊരു വശത്ത് ശരവണൻ കുട്ടിയുടെ പേരിലേക്ക് പ്രോപ്പർട്ടി ഡോക്യുമെന്റ് എല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് മറ്റൊരു കാര്യം അറിയുന്നത്. കുമുദത്തിന്റെ അച്ഛൻ കുമുദത്തിന് ജനിക്കുന്ന കുഞ്ഞിന്റെ പേരിലേക്കാണ് തന്റെ വസ്തുക്കളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ പേരിലേക്ക് പ്രോപ്പർട്ടി മാറ്റുവാനായും പറ്റുന്നില്ല. നീ ഇനി എന്ത് ചെയ്തിട്ടായാലും കാശ് തിരികെ തന്നേ പറ്റുമെന്നും കുട്ടി പറയുന്നു. അപ്പോൾ ശരവണൻ പറയുന്നത്, എന്തായാലും തനിക്ക് കുറച്ച് സമയം വേണം. തന്റെ പ്രോജക്റ്റിന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫണ്ട് അനുവദിക്കും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാശ് തരാമെന്നും ശരവണൻ പറയുന്നു. എന്നാൽ സേട്ട് പറയുന്നത്, നിന്റെ പ്രോജക്റ്റിന് അപ്രൂവൽ ലഭിക്കണമെങ്കിൽ നീ ഒരു 5 കോടി രൂപ തരണം. അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രോജക്റ്റിന് അപ്രൂവൽ ലഭിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അത് കിട്ടത്തില്ല എന്നും സേട്ട് ശരവണനോട് പറയുന്നു. ശരവണന് എന്ത് ചെയ്യണമെന്നറിയില്ല. 5 കോടി രൂപ എങ്ങനെ കൊടുക്കുമെന്ന ടെൻഷനിൽ മദ്യപിച്ച് കൂട്ടുകാരനോട് തന്റെ സങ്കടമെല്ലാം തുറന്നു പറയുന്നു. അതേ ബോധത്തിൽ തന്നെ വീട്ടിലേക്ക് എത്തിയ ശരവണനാണെങ്കിൽ കുമുദത്തിന്റെ മുഖത്തേക്ക് ആ ഒരു പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ് എല്ലാം വലിച്ചെറിയുകയാണ്. നിന്റെ അച്ഛൻ ഇനി ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി എനിക്ക് ഒന്നും ചെയ്യാനാകില്ല എന്ന് പറഞ്ഞാണ് അവൻ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ് എല്ലാം വലിച്ചെറിയുന്നതും. എന്നിട്ട് അവിടെ കിടന്നുറങ്ങുകയാണ്. അടുത്ത ദിവസം തന്നെ സേട്ടിന്റെ ആളുകളെല്ലാം അവിടെ എത്തിയിട്ട്, നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ കാശ് തന്നിട്ടിനി കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞ് ശരവണനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് അർജുനെയാണ് കാണിക്കുന്നത്. ആദ്യത്തെ ദിവസത്തെ ടെസ്റ്റ് മാച്ചിൽ നല്ലോണം പെർഫോം ചെയ്യുവാനായിട്ട് അർജുന് കഴിഞ്ഞില്ല. അതിന്റെ ടെൻഷനിലിരിക്കുകയാണ് അർജുൻ. അടുത്ത ദിവസവും അടുത്ത ടെസ്റ്റിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെടുവാനായി ഒരുങ്ങുകയാണ് അർജുൻ. അതേസമയം തന്നെ അർജുന്റെ അവസാനത്തെ മാച്ചാണ് ഇനി നടക്കാൻ പോകുന്ന ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്നുള്ള ന്യൂസൊക്കെ ടിവിയിൽ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് നിന്ന അർജുന്റെ മകനായ ആദി അർജുൻ അടുത്തെത്തിയിട്ട്, അച്ഛാ, എന്നെ കൂടി ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുമോ? അച്ഛന്റെ അവസാനത്തെ മാച്ചല്ലേ, എനിക്കും അത് കാണണമെന്ന് ആദി പറയുന്നു. അത് കേട്ടതും അർജുന് വല്ലാതെ ദേഷ്യം വരും. കാരണം തന്റെ അവസാനത്തെ മാച്ചായി പോകുമോ ഇതെന്ന ടെൻഷനിൽ നിൽക്കുകയായിരുന്നു അർജുൻ. അതിന്റെ കൂടെ എല്ലാവരും പറയുന്നത് പോലെ തന്റെ മകനും പറഞ്ഞത് കേട്ട് അർജുന് വല്ലാതെ ദേഷ്യം വരും. അർജുൻ ഉടനെ തന്നെ ആ കുഞ്ഞിനെ തല്ലും.
അർജുൻ തല്ലിയത് ആദിക്ക് വല്ലാത്ത സങ്കടമായി. അർജുൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ രണ്ടാമത്തെ ദിവസത്തെ ടെസ്റ്റ് മാച്ചിന് വേണ്ടിയും പോവുകയാണ്. അന്നേ ദിവസം കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തു. മാത്രമല്ല അതേ സമയം തന്നെയായിരുന്നു സേട്ടിനൊപ്പം ബോംബെയിൽ നിന്ന് വന്ന ഈ ക്രിക്കറ്റിനൊക്കെ ബെറ്റിംഗ് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, അയാൾ അർജുനെ വിളിക്കുന്നതും. ഞങ്ങൾ പറയുന്നത് പോലെ നീ പെർഫോം ചെയ്യണം എന്നൊക്കെ അർജുനോട് പറയുന്നു. എന്നാൽ അർജുനാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരും. ക്രിക്കറ്റ് എന്ന് വെച്ചാൽ ജീവനായി കാണുന്ന അർജുൻ നല്ല സത്യസന്ധനായാണ് പ്രവർത്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന വഴിക്കൊന്നും പോകുവാനായിട്ട് അർജുൻ താല്പര്യപ്പെടുന്നില്ല. അർജുൻ അവരെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്യുന്നതും. എന്നാൽ ഈ ക്രിക്കറ്റിന് പിന്നിൽ ഒരു ബെറ്റിംഗ് നടക്കുന്ന കാര്യം പോലീസ് അറിഞ്ഞിരുന്നല്ലോ. അങ്ങനെ പോലീസ് ഇതിനെല്ലാം പിന്നിൽ സേട്ടും കൂട്ടരുമാണെന്ന് മനസ്സിലാക്കി ബോംബെയിൽ നിന്നും വന്നിട്ടുള്ള ആളിനെ കണ്ടെത്തുവാനായിട്ട് സേട്ടിന്റെ താവളത്തിലേക്ക് വന്നു. അപ്പോൾ അവിടെ ശരവണനെ പിടിച്ചു വെച്ചിരിക്കുന്നതും പോലീസുകാർ കാണുകയാണ്. സേട്ടിനെ പോലീസ് ഒരുപാട് വിരട്ടും. ഇതുപോലെ നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാത്തിനെയും തൂക്കി അകത്തിടുമെന്ന് പറഞ്ഞിട്ടാണ് പോലീസ് അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ അതേസമയം ശരവണനെയും അവിടെ നിന്ന് രക്ഷിച്ചിട്ടാണ് പോലീസ് പോകുന്നതും. ശരവണൻ കൂട്ടുകാരനോടൊപ്പം നേരെ വീട്ടിലേക്കും പോകുന്നു. എന്നാൽ മറ്റൊരു വശത്ത് നമ്മുടെ കുമുദമാണെങ്കിൽ ഹോസ്പിറ്റൽ ചിലവിന് കാശില്ലാതെ അമ്പലത്തിൽ വിഷമിച്ചിരിക്കുകയാണ്. 5 ലക്ഷം രൂപ താൻ ഇനി എവിടെ നൊപ്പിക്കും? ഇനി IVF ട്രീറ്റ്മെന്റ് എങ്ങനെ നടക്കും എന്ന ടെൻഷനിലിരിക്കുകയായിരുന്നു കുമുദം. അപ്പോൾ അമ്പലത്തിന് പുറത്തായിട്ടുള്ള റോഡിൽ ആദ്യം നിൽക്കുന്നത് കുമുദം കാണുന്നു. സ്കൂളിൽ പോകാതെ അവൻ എന്തിനായിരിക്കും അവിടെ കറങ്ങി നിൽക്കുന്നതെന്ന് ചിന്തിച്ച കുമുദമാണെങ്കിൽ ആദിക്കടുത്തേക്ക് എത്തിയിട്ട് എന്താ സ്കൂളിൽ പോകാത്തത് എന്ന് തിരക്കുന്നു. അപ്പോൾ തന്റെ അച്ഛൻ തന്നെ തല്ലി എന്ന കാര്യം ആദി കുമുദത്തോട് പറയുന്നു. ഇന്ന് എനിക്കും ബാഡ് ഡേ, നിനക്കും ബാഡ് ഡേ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് പോയാലോ എന്ന് ചോദിച്ച് ആദിയും കൂട്ടി കുമുദം നേരെ പോകുന്നത് കുമുദത്തിന്റെ വീട്ടിലേക്കല്ല, കുമുദത്തിന്റെ അച്ഛന്റെ വീട്ടിലേക്കാണ്. വീട്ടിലെത്തിയ കുമുദം ആദിക്ക് TV ഇട്ട് കൊടുക്കും. അതിൽ ക്രിക്കറ്റ് മാച്ച് നടക്കുകയാണ്. അർജുൻ പെർഫോം ചെയ്യുന്നത് ആദി കാണുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം തന്റെ അച്ഛൻ നന്നായി പെർഫോം ചെയ്യുന്നത് ഇപ്പോഴാണ് ആദി കാണുന്നത്. ആദി സന്തോഷത്തോടു കൂടി ആ ഒരു ക്രിക്കറ്റ് മാച്ച് കണ്ടുകൊണ്ടിരുന്ന് തന്നെ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ സമയം ഒരുപാട് വൈകിട്ട് ശരവണൻ വീട്ടിലേക്ക് വന്നു. ദേഷ്യപ്പെട്ടിരിക്കുകയാണ് കുമുദം. കുമുദം ഉടനെ തന്നെ ശരവണനോട് ദേഷ്യപ്പെടുന്നു. അതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. എന്തെന്നാൽ സേട്ടിന്റെ ആളുകളാണെങ്കിൽ ശരവണനെ കൊണ്ടുപോകുവാനായിട്ട് അന്നേ ദിവസം വീട്ടിലേക്ക് വന്നിരുന്നല്ലോ. വീട്ടിലെത്തിയ സേട്ടിന്റെ ആളുകൾ കുമുദത്തോട് ഒരു സത്യം തുറന്നു പറഞ്ഞിരുന്നു. ശരവണൻ ഇത്രയും കാശ് കടം വാങ്ങിയത് ക്യാൻറ്റീൻ നടത്താനല്ല, ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണെന്ന്. ആ സത്യമെല്ലാം ഇപ്പോൾ കുമുദം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് അവൾ ദേഷ്യത്തിലിരിക്കുന്നതും. വീട്ടിലേക്ക് എത്തിയ ശരവണനോട് കുമുദം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പ്രോജക്റ്റിന് വേണ്ടിയിട്ടല്ലേ ഇത്രയും കാശ് കടം വാങ്ങിയത്? നിങ്ങളുടെ മനസ്സിൽ ആകെയുള്ളത് ആ ഒരു പ്രോജക്റ്റിനെ പറ്റി മാത്രമാ, അല്ലാതെ നിങ്ങൾക്കൊരു കുഞ്ഞു വേണം അങ്ങനെയൊന്നും നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ് എനിക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ പ്രോജക്റ്റിനെ പറ്റി ചിന്തിച്ച് നിങ്ങൾ കുടിച്ചു കുടിച്ച് നിങ്ങളുടെ ശരീരമേ നഷ്ടപ്പെടുത്തി. ഇനി എങ്ങനെയാ നിങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കുന്നത് പോലും? ദേ അർജുനെ നോക്ക്, അവനവന്റെ ജീവിതത്തിൽ വിജയിച്ചു. അവൻ ഇപ്പോഴും വിജയിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ നിങ്ങൾ എന്താകാനാ? നിങ്ങൾ ഇപ്പോഴും തോറ്റുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് വിജയിച്ചിട്ടുണ്ടോ എന്ന് ശരവണന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നു. അവളുടെ ദേഷ്യം മുഴുവൻ ശരവണന്റെ മേൽ തീർത്തു. എന്നാൽ അതെല്ലാം കേട്ട് ഓൾറെഡി തകർന്നിരുന്ന ശരവണൻ പ്രോജക്റ്റ് ഒന്നുമാകാതെ ആ ഒരു വിഷമത്തിലും ടെൻഷനിലുമാണല്ലോ വീട്ടിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ കുമുദം പറഞ്ഞതെല്ലാം കേട്ട് ദേഷ്യം വന്ന ശരവണൻ കുമുദത്തെ തല്ലുന്നു. കുമുദമാണെങ്കിൽ ഭിത്തിയിൽ പോയി തലയിടിച്ച് തറയിൽ വന്ന് വീഴുന്നു. അവളുടെ ബോധവും പോയി. എന്നാൽ അതേ സമയമായിരുന്നു അർജുന്റെ മകനായ ആദി ആ വീട്ടിലുള്ള കാര്യം ശരവണന് മനസ്സിലാകുന്നതും. എന്നാൽ മറ്റൊരു വശത്ത് അന്നേ ദിവസം നന്നായിട്ട് പെർഫോം ഒക്കെ ചെയ്ത് സമാധാനത്തിൽ വീട്ടിലേക്ക് എത്തുകയാണ് അർജുൻ. അപ്പോൾ മകനെ കാണാനില്ല എന്ന കാര്യം ഭാര്യ പറയുന്നു. നിങ്ങൾ തല്ലിയത് കൊണ്ടാണ് മകൻ വീട്ടിലേക്ക് വരാത്തത് എന്ന് അർജുനോട് ഭാര്യ പറയുമ്പോൾ അവൻ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ കാണുമെന്നും അർജുൻ പറയുന്നു. ഞാൻ നോക്കിക്കോളാം, ഞാൻ അവനെ പോയി കൊണ്ടുവരാമെന്നും അർജുൻ പറയുന്ന സമയം തന്നെയായിരുന്നു അർജുൻ ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്നും കോൾ വരുന്നത്. കോൾ എടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സംസാരിക്കുന്ന ആളുടെ ശബ്ദം നമ്മുടെ ശരവണന്റേത്. അതെ, അർജുനെ വിളിക്കുന്നത് ശരവണനാണ്. നിങ്ങളുടെ മകൻ എന്റെ കൈവശമുണ്ട്. ഞാൻ പറയുന്നത് പോലെ നാളെ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകനെ കൊന്നുകളയുമെന്ന് ശരവണൻ വിരട്ടുന്നു. തന്റെ മകൻ എന്തോ അപകടത്തിലാണെന്ന് അർജുന് മനസ്സിലായി. കുമുദത്തെ ഒരു റൂമിലും പൂട്ടിയിട്ടിരിക്കുന്നു, ആദിയെ മറ്റൊരു റൂമിലും പൂട്ടിയിട്ടിരിക്കുന്നു. അടുത്ത ദിവസം ഉറക്കമുണർന്ന കുമുദം ശരവണൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്തെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. നിങ്ങൾ എന്തിനാ കുഞ്ഞിനെ കെട്ടിയിട്ടിരിക്കുന്നത്? നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാ എന്നൊക്കെ കുമുദം ചോദിക്കുന്ന സമയത്ത് ശരവണൻ പറയുന്നുണ്ട്, നീയല്ലേ പറഞ്ഞത് ഞാൻ ജീവിതത്തിൽ ജയിച്ചിട്ടില്ല എന്ന്? എന്നാൽ ഞാനിപ്പോൾ ജയിക്കാൻ പോവുകയാ. എനിക്ക് ജയിക്കാനുള്ള തുറുപ്പ് ചീട്ടാണ് നിന്റെ അർജുന്റെ മകനായ ആദി എന്നും ശരവണൻ പറയുന്നു. ശരവണൻ ആദിയെ വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാൽ അന്ന് സേട്ടിന്റെ അടുത്ത് ശരവണനെ പിടിച്ചുകൊണ്ടു പോയില്ലേ? സേട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ശരവണന് മനസ്സിലായിരുന്നു. ക്രിക്കറ്റ് ബെറ്റിംഗ് നടത്തിയിട്ട് ഒരുപാട് കാശുണ്ടാക്കുക, അത് തന്നെയാണ് ഇപ്പോൾ ശരവണന്റെ ലക്ഷ്യവും. അതിന് ഏക വഴി ഈ ആദിയെ കടത്തി വെക്കുക, എന്നിട്ട് അർജുനെ ബ്ലാക്ക്മെയിൽ ചെയ്യുക.
അത് തന്നെയാണ് ഇപ്പോൾ ശരവണൻ ചെയ്യുന്നതും. അതുവഴി സേട്ടിന്റെ കയ്യിൽ നിന്നും കാശ് അടിച്ചെടുക്കുക. ആ ഒരു കാശുണ്ടെങ്കിൽ മാത്രമേ തനിക്ക് പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായി പറ്റൂ. 5 കോടി രൂപ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം എന്നാണ് ശരവണന്റെ മനസ്സ് മുഴുവൻ. ശരവണന്റെ പ്ലാൻ എല്ലാം കൂട്ടുകാരന് മനസ്സിലായി. സമൂഹത്തിന് നല്ലത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ പ്ലാനൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നത്? എന്നിട്ട് നീ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? പിടിക്കപ്പെട്ടാൽ എന്താകുമെന്ന് നിനക്കറിയാമല്ലോ എന്നൊക്കെ കൂട്ടുകാരൻ ചോദിക്കുന്ന സമയത്ത് ശരവണൻ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, നമ്മൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ സേട്ടാണ് ഇതിന് പിന്നിൽ. സേട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമെന്നും ശരവണൻ പറയുന്നു. അതിനുശേഷം സേട്ടിനെ വിളിച്ച് ശരവണൻ സേട്ടിനോട് പറയും, ഇന്ന് നടക്കാൻ പോകുന്ന മാച്ചിൽ 2ാമത്തെ ബോളിൽ അർജുൻ ഔട്ടാവും. അങ്ങനെ സേട്ടാണെങ്കിൽ അന്നേ ദിവസത്തെ മാച്ച് കാണും. പറഞ്ഞതുപോലെ തന്നെ 2ാമത്തെ ബോളിൽ അർജുൻ ഔട്ടായി. അർജുൻ അവന്റെ മകന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഔട്ടായതാണ്. ശരവണൻ ഇതിന് പിന്നിലെ എന്തോ ഉടായ്പ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം സേട്ടിന് മനസ്സിലായി. സേട്ട് വിചാരിച്ചതുപോലെ ഇപ്പോൾ മാച്ച് നടന്നല്ലോ. അങ്ങനെ സേട്ട് ഉടനെ തന്നെ ശരവണനെ വിളിച്ചിട്ട്, നീ പറ, നിനക്ക് എന്ത് വേണം, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാമെന്നും സേട്ട് പറയുന്നു. അപ്പോൾ ശരവണൻ പറയുന്നത്, അർജുനെ ഞാൻ ഈ ഒരു ടെസ്റ്റ് മാച്ച് ജയിക്കാൻ വിടാതെ അവനെ കൊണ്ട് കളിപ്പിക്കാം. അതിന് 2 കണ്ടീഷനുണ്ട്. 1, എന്റെ കടമെല്ലാം എഴുതി തള്ളണം. 2, എന്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ ക്യാഷ് വരണമെന്നും ശരവണൻ ആവശ്യപ്പെടുന്നു. സേട്ട് അതിന് തയ്യാറായി. എങ്ങനെയായാലും സേട്ടൊക്കെ വിചാരിക്കുന്നത് പോലെയാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നതും. അതുകൊണ്ട് തന്നെ ശരവണന്റെ അക്കൗണ്ടിലേക്ക് അപ്പോൾ തന്നെ 5 ലക്ഷം രൂപ ഇട്ടുകൊടുക്കുന്നു. ക്യാഷ് വന്നതും അഭിമാനത്തോടു കൂടി കുമുദത്തിനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറയുന്നുണ്ട്, ദേ നോക്കിയേ, നീയല്ലേ പറഞ്ഞത് ഞാൻ ജയിക്കില്ല എന്ന്, ദേ ഞാൻ ജയിക്കുക. ഈ ഒരു ടെസ്റ്റ് മാച്ച് കൊണ്ട് ഞാൻ എനിക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കും. നിനക്ക് IVF ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് ഞാൻ അടച്ചു കഴിഞ്ഞു. നീ ആഗ്രഹിക്കുന്നത് പോലെയല്ലേ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അർജുന്റെ മകനെ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാമെന്നും കുമുദത്തോട് പറയുന്നു. എന്നാൽ കുമുദത്തിന് അതൊന്നും ഇഷ്ടമാകുന്നതേയില്ല. അതേസമയം തന്നെ ശരവണൻ ആഹാരമെടുത്ത് കുമുദത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട്, ദേ ആ കുഞ്ഞിന് നീ ആഹാരം കൊണ്ടുവന്ന് കൊടു, നീ കൊടുത്താലല്ലേ അവൻ കഴിക്കൂ എന്ന് പറയും. റൂം തുറന്നു കൊടുത്തതും കുഞ്ഞിനടുത്തേക്ക് ചെല്ലുന്നു. അവൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. മോൻ പേടിക്കണ്ട, നിന്നെ ഞാൻ ഇവിടുന്ന് രക്ഷിക്കാമെന്നും കുമുദം ആ കുഞ്ഞിന് വാക്കു കൊടുത്തു. എന്നിട്ട് പുറത്തേക്ക് വന്ന കുമുദമാണെങ്കിൽ ഫോൺ എടുത്ത് അർജുന്റെ ഭാര്യയെ കോള് ചെയ്യുവാനായി ഒരുങ്ങും. അത് ശരവണൻ കാണുകയാണ്. ശരവണൻ ഉടനെ തന്നെ ഫോൺ തട്ടിയെടുക്കുകയാണ്. കുമുദത്തിന്റെ കോൾ വന്നത് കണ്ട അർജുന്റെ ഭാര്യ കുമുദത്തെ വിളിക്കുന്നു. എന്നാൽ അതേസമയം ശരവണൻ വിരട്ടിയത് കാരണം കുമുദം പറയുന്നത് ആദിയെക്കുറിച്ച് അറിയുവാൻ വേണ്ടിയിട്ട് വിളിച്ചതാണെന്ന് പറഞ്ഞാണ് കുമുദം കോള് കട്ട് ചെയ്തതും. അതേസമയം അന്നേ ദിവസത്തെ മാച്ച് എല്ലാം കഴിഞ്ഞ് അർജുൻ വീട്ടിലേക്ക് എത്തി. മകനെ കാണാനില്ലാത്തതിനാൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് അർജുന്റെ ഭാര്യ. മകനെ കടത്തി വെച്ചിരിക്കുന്ന കാര്യം ഭാര്യയ്ക്ക് അറിയത്തില്ലല്ലോ. എന്നാൽ അർജുന് സത്യം അറിയാം. പക്ഷെ ആ ഒരു കാര്യമൊന്നും പുറത്തു വിടാത്തതിന് പിന്നിൽ ന്യൂസ് ചാനലുകളെല്ലാം ഇത് ആഘോഷമാക്കുമെന്ന പേടി അർജുനുണ്ടായിരുന്നു. എന്താണ് സത്യമെന്ന് ഭാര്യയോട് അർജുൻ തുറന്നു പറയും. നമ്മുടെ മകനെ കടത്തി വെച്ചിട്ടാണ് അവരെന്നോട് കളിക്കുന്നത്. എന്തായാലും നമ്മുടെ മകനെ ഞാൻ ജീവനോട് തിരിച്ചു കൊണ്ടുവരും. അതിന് ഞാൻ വാക്ക് തരുന്നു എന്നും ഭാര്യയോട് അവൻ പറയുന്നു. 4ാമത്തെ ദിവസത്തെ മാച്ചും ശരവണൻ പറഞ്ഞതുപോലെയാണ് അർജുൻ കളിച്ചതും. അതേസമയം സേട്ട് വിളിക്കുന്ന സമയത്ത് ശരവണൻ പറയുന്നുണ്ട്, എന്തായാലും എന്റെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള 5 കോടി എനിക്ക് തരണം. എന്റെ പ്രോജക്റ്റ് അപ്രൂവൽ ആകണം. മാത്രമല്ല ഉടനെ തന്നെ അത് അനൗൺസ് ചെയ്യണമെന്നും ശരവണൻ ആവശ്യപ്പെടുന്നു. എന്നാൽ സേട്ട് പറയുന്നത് അത് അപ്രൂവ് ചെയ്യുന്നതിന് 1 ദിവസം എനിക്ക് സമയം വേണമെന്നാണ്. അതിന് ശരവണൻ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഫൈനൽ ദിവസത്തെ മാച്ച് എത്തി. 5ാം ദിവസത്തെ ഫൈനൽ ദിവസത്തെ മാച്ചിൽ അർജുൻ ഔട്ട് ആവണമെന്നും ഇന്ത്യ തോക്കണമെന്നുമാണ് സേട്ട് ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് അർജുനോട് ആ ഒരു ആവശ്യം പറയുന്നു. അങ്ങനെ ബാറ്റിംഗ് നടക്കുന്ന സമയത്ത് അർജുന്റെ മുഖത്ത് ബോൾ കൊള്ളുകയാണ്. അത് മനഃപൂർവ്വം തന്നെ അർജുൻ ചെയ്തതാണ്. പക്ഷെ അർജുൻ ഔട്ടായില്ല. അർജുന് പരിക്ക് പറ്റിയതിനാൽ ഫീൽഡിൽ നിന്നും അർജുനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അത് കാണുന്ന സേട്ട് ഉടനെ തന്നെ ശരവണനോട് വിളിച്ച് പറയുന്നത്, അവന് ഫീൽഡിൽ നിന്ന് മാറ്റിയതല്ലേ ഉള്ളൂ, അവൻ ഔട്ടായില്ലല്ലോ. എന്തായാലും ഇന്ത്യ തോക്കണമെന്നും സേട്ട് ആവശ്യപ്പെടുന്നു. അതേസമയം തന്നെയായിരുന്നു കുമുദം ഒരുങ്ങി ഹോസ്പിറ്റലിൽ പോകുവാനായിട്ട് റെഡിയായി പുറത്തേക്ക് വരുന്നതും. കുമുദം ശരവണനോട് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം നടന്നല്ലോ, പിന്നെ എന്താ ആദ്യം വീട്ടിൽ കൊണ്ടാക്കിക്കൂടെ എന്ന് കുമുദം ചോദിക്കും. എന്നാൽ ശരവണൻ പറയുന്നത്, നിന്റെ ആവശ്യങ്ങളെല്ലാം നടന്നില്ലേ, ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്തത്, ഇനി എന്തായാലും കുറച്ചും കൂടിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ആദ്യം കൊണ്ടുവിടുമെന്ന് പറയുന്നു. കുമുദം വല്ലാതെ ദേഷ്യപ്പെടും. അപ്പോൾ കുമുദത്തിനോട് ശരവണൻ പറയുന്നത്, നിന്റെ ഏക ആവശ്യം എന്താ, നിനക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണം, അതിനുള്ള കാശ് ഞാൻ റെഡിയാക്കി തന്നില്ലേ, നിന്റെ ആവശ്യം നടന്നില്ലേ, പക്ഷെ അതുപോലെ തന്നെ എനിക്ക് എന്റെ കാര്യം കൂടി നടക്കണം. ഒരു ബാറ്റും ബോളും കൊണ്ട് കളിക്കുന്നവനെ ലോകം മുഴുവൻ അംഗീകരിക്കുന്നു. പിന്നെ ഈ ഒരു പ്രോജക്റ്റ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന എന്നെ എന്താ ആരും അംഗീകരിക്കാത്തത്? എന്നെയും എല്ലാവരും അംഗീകരിക്കണം. എനിക്ക് എന്റെ കയ്യിൽ കാശ് വേണം,
വേണം? പിന്നെ നിന്റെ ആവശ്യം ഈ ട്രീറ്റ്മെന്റ് മാത്രമായിരുന്നു. നിനക്കന്നൊരു അവസരം ഉണ്ടായിരുന്നു അർജുന്റെ ഭാര്യയെ വിളിച്ച സമയത്ത് എല്ലാ സത്യവും തുറന്നു പറയാൻ. അന്ന് ഇതെല്ലാം ഇവിടെ അവസാനിക്കുമായിരുന്നു. പക്ഷെ നീ അത് ചെയ്തില്ല. കാരണം നിനക്ക് ഈ കാശ് കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ എന്നുള്ള കാര്യമെല്ലാം ശരവണൻ കുമുദത്തോട് പറയുന്നു. കുമുദം അപ്പോഴും ശരവണനോട് വല്ലാതെ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സേട്ട് ആവശ്യപ്പെട്ടത് അർജുൻ ഔട്ടാവണം, ഇന്ത്യ തോക്കണമെന്നല്ലേ? എന്നാൽ ഇപ്പോൾ അർജുൻ കോൾ എടുക്കുന്നതേയില്ല. വേറെ വഴിയില്ലാതെ ശരവണനാണെങ്കിൽ കുഞ്ഞിനെ തല്ലുകയും കുഞ്ഞിന്റെ വീഡിയോ എടുത്ത് അർജുൻ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അത് കാണുന്ന അർജുനാണെങ്കിൽ നീ ഒരു ക്രൂരനാണോ? നീ ഇത്രയ്ക്കും സൈക്കോ ആവേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ശരവണനോട് ചോദിക്കുന്നു. ശരവണൻ അപ്പോൾ പറയുന്നത്, എന്തായാലും നീ ഔട്ടാവണം, ഇന്ത്യ തോക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞിനെ കൊല്ലുമെന്നും ശരവണൻ വിരട്ടുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ ബാത്റൂമിൽ നിന്ന് കരയുകയാണ് അർജുൻ. അർജുന്റെ കുഞ്ഞിനെ കാണാനില്ല എന്ന വാർത്ത എങ്ങനെയോ പോലീസ് അറിയുകയാണ്. കുഞ്ഞ് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത് കുമുദത്തിനോടാണെന്ന് മനസ്സിലാക്കിയ പോലീസുകാരാണെങ്കിൽ കുമുദത്തിന്റെ വീട്ടിലേക്ക് എത്തി. പക്ഷെ അവിടെ കുമുദമില്ലായിരുന്നു. കുമുദം എപ്പോഴും തന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോകുമെന്നറിഞ്ഞ് പോലീസുകാർ ഉടനെ അവിടേക്കും യാത്രയായി. കുമുദത്തിന് ഒരു കുഞ്ഞു വേണമെന്നാണല്ലോ ഏറ്റവും വലിയ ആഗ്രഹവും. അതിനു വേണ്ടിയിട്ട് അവൾ എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും അവൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അതേസമയം തന്നെയായിരുന്നു കുട്ടി അവളെ ഫോളോ ചെയ്യുന്നതും. കുട്ടി ഉടനെ തന്നെ ശരവണനെ വിളിച്ചിട്ട്, നിന്റെ ഭാര്യ ഞങ്ങളുടെ കൺമുന്നിലുണ്ട്, അവളെ ഞങ്ങൾ പൊക്കുമെന്നും കുട്ടി ശരവണനെ ഭീഷണിപ്പെടുത്തി. ശരവണനാണെങ്കിൽ ഭാര്യ എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും ഭാര്യയോട് നല്ല സ്നേഹമുണ്ട്. ഉടനെ തന്നെ കുമുദത്തെ ഫോൺ വിളിച്ചിട്ട്, കുട്ടി നിന്നെ ഫോളോ ചെയ്തു വരുന്നുണ്ട്, അവരുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നും കുമുദത്തോട് പറയുന്നു. എന്നാൽ അതേസമയം തന്നെ പോലീസുകാരും കുമുദത്തിന്റെ ഫോൺ ട്രേസ് ചെയ്ത് അവളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. അർജുൻ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ബാത്റൂമിനുള്ളിൽ. ബാത്റൂമിന് പുറത്തു വന്നിട്ട് അർജുനോട് പുറത്തു വരുവാനായിട്ട് ഒരുപാട് പേർ പറയുന്നുണ്ട്. അർജുൻ ഉടനെ തന്നെ തന്റെ ഭാര്യയെ ഫോൺ വിളിച്ചിട്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറയും. അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അർജുൻ ഇന്ത്യയെ ജയിപ്പിക്കുവാനായി തീരുമാനിച്ചു. നന്നായിട്ട് മാച്ച് പെർഫോം ചെയ്യുവാനായിട്ടും അവൻ തീരുമാനിച്ചു. ഒരുപാട് നേരമായിട്ടും ടിവിയിൽ അർജുൻ വരുന്നത് കാണിക്കുന്നതേയില്ല. അർജുനെ ടിവിയിൽ കാണാത്തതിനാൽ ശരവണൻ ഒരുപാട് സന്തോഷമായി. ശരവണൻ കരുതിയത് അർജുൻ കളിക്കത്തില്ല എന്നല്ലേ. എന്നാൽ എല്ലാവരുടെയും ചിന്തകളെ തെറ്റിച്ചുകൊണ്ട് അർജുനാണെങ്കിൽ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അതെ, ഇന്ത്യയെ ജയിപ്പിക്കുവാനായിട്ട് അർജുൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് കണ്ടതും ശരവണൻ ഒരുപാട് ദേഷ്യം വരും. ആ ഒരു ദേഷ്യം ആദിയോട് തീർക്കണമെന്നും ശരവണൻ തീരുമാനിച്ച് അകത്തേക്ക് വരുന്ന സമയത്ത് ശരവണന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഓടിപ്പോകുവാനായിട്ടാണ് ആദി ശ്രമിക്കുന്നതും. ആദിയെ പിടിച്ചു നിർത്തിയിട്ട് അർജുനോടുള്ള ദേഷ്യമെല്ലാം അവനോട് തീർക്കുകയാണ്. കുഞ്ഞാണെന്ന് പോലും നോക്കാതെ അവനെ ഒരുപാട് തല്ലുകയാണ്. ഇങ്ങനെ നടക്കുന്ന ഒരു മാച്ചിന് വേണ്ടിയിട്ട് സർക്കാർ എന്തുമാത്രം കാശ് ചിലവാക്കുന്നു. പക്ഷെ നാടിന് ഉപയോഗം വരുന്ന എന്റെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് മാത്രം ആർക്കും ഒന്നും ചെയ്യാൻ വയ്യല്ലേ എന്നൊക്കെ പറഞ്ഞാണ് ശരവണൻ കുഞ്ഞിനെ തല്ലുന്നതും. അതിനുശേഷം ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് കാണിക്കുന്നത്. ഇനിയൊരു 4 കൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ജയിക്കും. എന്താകുമെന്ന ടെൻഷനിൽ നിൽക്കുകയാണ് കാണികളും എല്ലാവരും. അങ്ങനെ അർജുൻ 4 അടിക്കുകയാണ്. ഇന്ത്യ ജയിച്ചു. അർജുൻ എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ അവൻ ചെയ്തിരിക്കുന്നു. അവൻ ഇന്ത്യയെ ജയിപ്പിച്ചിരിക്കുന്നു. അർജുൻ ഇന്ത്യയെ ജയിപ്പിച്ചെന്ന് കൂടി കണ്ടപ്പോൾ ശരവണന്റെ സമനില തെറ്റി. ശരവണൻ ആദ്യം വല്ലാതെ ടോർച്ചർ ചെയ്യുവാനായി തുടങ്ങി. ആ കുഞ്ഞിനെ കൊല്ലുമെന്നായപ്പോൾ ആരോ ശരവണന്റെ തലക്കടിക്കുന്നു. ശരവണൻ ബോധം കെട്ട് തറയിൽ വീഴുകയാണ്. അത് മറ്റാരുമല്ല, കുമുദം തന്നെയായിരുന്നു. തന്റെ ഭർത്താവ് ഒരു സൈക്കോയായി മാറിയത് കുമുദത്തിന് സഹിക്കാനായും പറ്റിയില്ല. ആദ്യം ഒരു കുഞ്ഞെന്ന് പോലും നോക്കാതെ അത്രയും അവനെ ടോർച്ചർ ചെയ്തില്ലേ. അതുകൊണ്ടാണ് കുമുദം ഇപ്പോൾ തന്റെ ഭർത്താവിന്റെ തലക്കടിച്ച് വീഴ്ത്തിയിരിക്കുന്നതും. എന്നിട്ട് ആദിയോട് ഒരുപാട് മാപ്പ് പറയുന്നു. ആദിയെ നേരത്തെ രക്ഷിക്കാത്തതിനാണ് കുമുദം മാപ്പ് പറയുന്നതും. അതേസമയം പോലീസും ഒക്കെ എത്തിയിരുന്നു. കുമുദത്തിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് ആദി ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നതും. അങ്ങനെ ശരവണനെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. ശരവണൻ മരിച്ചോ ജീവനോടെയുണ്ടോ എന്നൊന്നും കാണിക്കുന്നതേയില്ല. അടുത്ത ദിവസം തന്നെ ശരവണൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ശരവണന്റെ പ്രോജക്റ്റിന് അപ്രൂവൽ കിട്ടുകയാണ്. ആ ഒരു പ്രോജക്റ്റിനെ പറ്റി ജനങ്ങൾ എല്ലാവരും സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.